കാസർഗോഡ് ജില്ലയിലെ ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിനകത്തുള്ള ദേലമ്പാടി, ഊജമ്പാടി, മയ്യള എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് പോകാൻ ഏകദേശം 600ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പഴയ റോഡുണ്ട്. പഞ്ചോടി വഴി പോകാൻ പറ്റുന്ന ഒരു അപ്രോച്ച് റോഡ്. ആ പാലത്തിൻ്റെ സ്ഥിതിയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരുപാട് തവണ പലപ്പോഴായി ജനകീയ പ്രക്ഷോഭങ്ങളടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾക്ക് ഇതുവരെയും അതിൻ്റെ ഒരു പരിപൂർണമായ അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഒരു നടപടി സ്വീകരിച്ചതായിട്ടോ അല്ലെങ്കിൽ നടപടി കൈക്കൊണ്ടതായിട്ടോ നമ്മൾക്ക് എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. ഇന്നും അത് അതേ സ്ഥിതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നലെയുടെ മഴ വന്നപ്പോഴുള്ള ഒരു അവസ്ഥ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതം. നമ്മൾ ഈ കണ്ടത് എപ്പോഴത്തെയോ കഴിഞ്ഞ വർഷത്തെ ഏതെങ്കിലും കാലഘട്ടത്തിലെ വീഡിയോസ് അല്ല. ഇന്നത്തെ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, ഭരണം നിർവഹിക്കുന്ന ഭരണകൂടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പോയാൽ ഇന്നും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് ഇന്നലത്തെ മഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൻ്റെയും മറ്റുമൊക്കെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതേ സ്ഥിതി തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ പരിസരത്ത് വന്ന് അതിൻ്റെ നിജസ്ഥിതിയെങ്കിലും പരിശോധിക്കാൻ ഭരണകൂടം തയ്യാറാവണമെന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളുടെ ഈ പ്രക്ഷോഭങ്ങളും പ്രയാസങ്ങളും ഒരുപാട് തവണ അത് റിപ്പോർട്ട് ചെയ്തപ്പോഴും പലപ്പോഴായി ഭരണം നിർവഹിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ ആ പ്രദേശത്തേക്ക് വന്ന് 1, 2, 3 ഫോട്ടോസ് എടുത്ത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും മാത്രമേ നടത്തുന്നുള്ളൂ. ഒരുപാട് പ്രഖ്യാപനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഇന്ന് വരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പോയി 1, 2 ഫോട്ടോസും വണ്ടിയും ആൾക്കാരും മാത്രം കാണിച്ചുകൊണ്ട് ഇത് ഇന്ന് തരാം നാളെ തരാം എന്ന് ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങളെ ഈ വിഡ്ഢികളാക്കുന്ന ഈ മനോഭാവമാണ് നമ്മൾ മാറ്റേണ്ടത്. അതിന് ജനപ്രതിനിധികൾ മുന്നോട്ട് വരണം. കാരണം ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഇന്നത്തെ ദിവസം, ഇന്ന് നിങ്ങൾക്ക് പോയാൽ ദേലമ്പാടിയിലെ അവിടുത്തെ നിസ്സഹായരായ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ കാണാൻ സാധിക്കും. അതിൻ്റെ മുമ്പിലേക്ക് മുഖം തിരിഞ്ഞ് ധാർഷ്ട്യത്തോടെ നിൽക്കുവാൻ ആണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ, കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ നാളെ ഒന്നും കിട്ടാതെ വരുമ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾ പൊതുമധ്യത്തിലിറങ്ങി ജനാധിപത്യത്തിന് വേണ്ടി, ജനാധിപത്യത്തെ വിശ്വസിക്കുന്നവർ, ഇവിടുത്തെ നിസ്സഹായരായ ജനങ്ങൾ എക്കാലത്തും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. അതിവിദൂരമല്ലാത്ത കാലത്ത് തന്നെ ഇവിടുത്തെ പൊതുജനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ നിറവേറാതെ വരുമ്പോൾ ഒരുപക്ഷെ നാളെ പൊതുമധ്യത്തിൽ വെച്ച് പൊതുവിചാരണ ചെയ്തേക്കാം. കുത്തി ഒലിച്ചു പോകുന്ന ഈ മഴവെള്ളത്തിലൂടെ ഒരു ആന വരെ ഒലിച്ചു പോകാനുള്ള ശക്തിയുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിസ്സഹായരായ ജനങ്ങളുടെ ഈ അവസ്ഥയുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഭരണകൂടം ഏറ്റെടുത്തുകൊണ്ട് അടിയന്തിരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് നൽകുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ കാലങ്ങൾക്ക് മുമ്പുണ്ടായ പള്ളത്തൂര് പാലത്തിലെ ഒരു അപകടത്തിന് ശേഷമാണ് അവിടത്തേക്ക് വ്യക്തമായ ഒരു പാലം ഉണ്ടാക്കിയതുപോലെ തന്നെ മറ്റൊരു അപകടം ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ കണ്ണു തുറക്കൂ എന്നുള്ള വാശിയാണെങ്കിൽ ഇവിടുത്തെ നിസ്സഹായരായ ജനങ്ങൾക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇടപെടേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഇതിന് കണ്ടെത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഭരണകൂടത്തിന് മുമ്പിലേക്ക് വെക്കുന്ന ഒരു നിർദ്ദേശം.